ഒരു ഡേ മൈ ലൈഫാണ്. ഓക്കെ, ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ അമ്മയോട് പറയുന്നുണ്ട് മൈ ലൈഫ് ചെയ്യണം, മൈ ലൈഫ് ചെയ്യണം. നിങ്ങൾ വീഡിയോയിൽ ഒരു മൈ ലൈഫും ഇല്ലല്ലോ, അതുകൊണ്ട് വീഡിയോകളൊക്കെ കണ്ടിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ശിവ ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇനി പല്ലൊക്കെ തേക്കണം, കുളിക്കണം, ചായ കുടിക്കണം. ഇന്നിപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പല്ല ചുവടെത്തിട്ടോ. ഇതാണിപ്പോൾ ഞങ്ങൾ നിൽക്കണ സ്ഥലം. ഉണ്ടോ? ഇവിടെയുള്ള എൻ്റെ ബാക്കിലാണ്. കണ്ടോ? ഈ വീട് കണ്ട് ഞങ്ങൾ തൊട്ട് മുമ്പൊക്കെ പ്രിയ ടീച്ചറെ വീടാണ് കേട്ടോ. അപ്പം ഞാൻ പല്ലേച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ പല്ലേച്ച് വന്നപ്പോൾ ചായ കുടിക്കുകയാണ്. ചായക്ക് എന്താണുള്ളത്? പിന്നെ ഗ്രീൻ പീസ് കറിയും പിന്നെന്താ പുട്ടുവോ? പുട്ട്. ഗ്രീൻ പീസ് കറിയും പുട്ടാണ് കേട്ടോ. അതാണ് വെറുതെ തള്ളിയത് കേട്ടോ. അപ്പത്തേ അമ്മമ്മ കുഞ്ഞാവേനെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാവൻ കുഞ്ഞാറ്റയുടെ കണ്ടോ? ഇതാണ് എൻ്റെ കുഞ്ഞാറ്റ അല്ലേ? പെണ്ണുകുട്ടി എങ്ങനെ എന്താ നല്ല ഇത്രയും നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പോഴായിട്ട് നീച്ചതാട്ടോ. ഉണ്ടോ? കയ്യും കാലും ഇളക്കി കണ്ണതാർന്ന് കളിക്കാനേ. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ കുളിക്കണ്ടായിരുന്നു. അതെന്നിട്ട് എൻ്റെ ആഗ്രഹം പക്ഷെ ഇന്ന് കുടിക്കണം. ഞാൻ കുഞ്ഞാവേണ്ടി 28 അപ്പൊ നിന്റെ വല്യമ്മമാരൊക്കെ വരും. വല്യമ്മമാരോ? അപ്പൊ നമ്മൾക്ക് വല്യമ്മമാര് വൈകുന്നേരം വരുള്ളൂ കേട്ടോ. വല്യമ്മമാര് വരും. അപ്പൊ അതിനു മുന്നേ എനിക്കിന്ന് നാളെ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങണം. അപ്പൊ നാളെയുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടും. വീഡിയോ അപ്പൊ ബേബി ചേച്ചിന്റെ ഇവിടെ തന്നെ കേട്ടോ വീട്. അപ്പൊ ഞങ്ങളിവിടെ ബേബിനെ കുട്ടിയല്ലേ? ആ ചേച്ചിയുടെ പേരങ്ങനല്ലേ, ബേബി ആന്റി. അപ്പൊ ഈ ഒരു 11 മണിയാട്ടെ കെട്ടൊക്കാവാത്ത സമയൊന്നും വേണ്ട. 4 മണിക്കൂർ 11 മണി മിക്കവാറും. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നാളെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ 28ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ശിവദ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാറാലയൊക്കെ ഒന്ന് തട്ടി, ഇനി എല്ലായിടത്തും പൊടിയൊക്കെ ഒന്ന് തട്ടി ക്ലീനാക്കാൻ പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ശിവയ്ക്കൊക്കെ കുളിക്കാൻ. ശിവ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും. അപ്പോൾ ഇത് ശിവയുടെ മേശയാണ്. അപ്പോൾ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും വരുമ്പോൾ വലിച്ചു വാരിയിടണ്ടെന്ന് കരുതിയിട്ട് ശിവ അത് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മാറാല തട്ടിയതാണ് ശിവ. നിങ്ങളിതൊക്കെ ഒന്ന് തീർക്കട്ടെ. ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞുവാവത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. ഇന്നിപ്പോൾ വേറെ ശിവാൻ്റെ നാളേക്കുള്ള ഡ്രസ്സല്ല, ശിവാൻ്റെ ഡ്രസ്സ് നമ്മളൊന്ന് ആൾട്ടിരാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കണം. പിന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏട്ടനും അനിയനും ഫ്രണ്ട്സും നടത്തുന്നുണ്ട്. അവിടെ അവർ കുറച്ച് ഓട്ടത്തിലാണ് നാളേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്.
റെഡിയാക്കാനൊക്കെ ആയിട്ട്. അച്ഛനാണ് വെക്കണത്, ഏട്ടൻ്റെ അച്ഛൻ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ പച്ചക്കറികളും പലചരക്കുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും റെഡിയാക്കിയിട്ടില്ല, അവരവിടെ ക്ലീനിങ്ങിലായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കുഞ്ഞാവായിട്ട് ഞാൻ തിരക്കിലായിരുന്നു. ഞങ്ങൾ ക്ലീൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്ലീൻ എന്ന് വെച്ചാൽ ഇവിടെ മുക്കിലാണ്. ഇവിടെയാണ് ഞങ്ങൾ ക്ലീൻ ചെയ്തത്. ഇവിടെ ആകെ ചാക്കുകളായിരുന്നു കേട്ടോ. ഈ സൈഡൊക്കെ ചാക്കുകൾ. പിന്നെ ഇവിടെ 2 കമ്പികളുണ്ടായിരുന്നു. പിന്നെ അത് അച്ഛനൊക്കെ വന്നിട്ട് ഇവിടെ മേശ, സ്റ്റൂള്, കസേര ഒക്കെ അങ്ങനത്തെ ഒക്കെ എന്താപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും കുമാറും അഭിലാഷും ഒക്കെ വന്നു. അവർ നാളേക്കുള്ള കർട്ടൻ കെട്ടാണ് കേട്ടോ. ഫംഗ്ഷൻ നടക്കുന്ന അവിടെ നമ്മളൊരു വൈറ്റ് കർട്ടൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർ രണ്ടുപേരും കൂടിയാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. ശിവ അവിടെ തുള്ളി കളിക്കുന്നുണ്ട്. വെറുതെ ഒരാവശ്യമില്ല, അവൾ ഭയങ്കര ത്രില്ലിലാണ് നാളത്തെ പ്രോഗ്രാമിൻ്റെ ഒക്കെ ആയിട്ട്. ഇത്രയും വർഷം കഴിഞ്ഞ് ഒരു അനിയത്തീനെ കിട്ടിയതിൻ്റെ സന്തോഷം വേറെ, അതിൻ്റെ ത്രില്ല് വേറെ, എല്ലാം കൂടിയാണ്. അപ്പോൾ ഇതേ അവരത് കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ സൺഡേ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു, കാരണം നാളെ 28ൻ്റെ മുന്നോടിയായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് അവളിതെപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ മുഴുവനായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഉറങ്ങും, പിന്നെ എണീക്കും, കുറച്ച് നേരം ഉറങ്ങും, പിന്നെ എണീക്കും. ഇപ്പോൾ ഒന്ന് കുറച്ച് സമയമായിട്ട് ഒന്ന് ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ദിവസം ഇവിടെ തീരെയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അനിയത്തി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.